ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സുന്ദരി, നീ വെറുതെ എന്നെ ചതിക്കരുത്. തങ്കേച്ചി, ഞാൻ പറയുന്നത് സത്യ. ഞാൻ നിങ്ങൾക്ക് പണം തരാനുണ്ട്, അതൊക്കെ വാസ്തവ. പക്ഷെ തങ്കേച്ചിക്ക് അറിയാലോ, കൃഷ്ണനെ ഞാൻ സ്വന്തം അനുജത്തിയെ പോലെ കണ്ടിട്ടുള്ള. അവളെ ഞാൻ വേദനിപ്പിക്കോ? പണം പുറത്തെങ്ങും പോയിട്ടില്ല. ഞാനിവിടെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ കൊടുത്തിരിക്കുക. അതൊന്ന് വാങ്ങിക്കൂട്ടി ആദ്യം തങ്കേച്ചിയുടെ കാശ് തരണോന്ന് എന്റെ മനസ്സിലെ തീരുമാനം. ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞാനവിടെ ഇരുന്നോളാം. കാശിനോട് ഇത്തിരി ആർത്തി കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു നെറുകേടൊന്നും സുന്ദരി കാണിക്കില്ല തങ്കേച്ചി. ചേച്ചി വാ, ചേച്ചിയുടെ കൃഷ്ണ എവിടെയുണ്ടെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിച്ച് തങ്കേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. സുന്ദരി, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഈ പാവം നെട്ടോട്ട് ഓടാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? ഒരു വക കഴിച്ചിട്ടില്ല. എത്രയോ തവണ തളർന്ന് വീണെന്നറിയോ? തങ്കേച്ചി, എനിക്ക് ജീവനുണ്ടെങ്കിൽ കൃഷ്ണമോളെ ഞാൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. അവള് നമ്മുടെ മോളല്ലേ തങ്കേച്ചി. തങ്കേച്ചിക്ക് തരാനുള്ള കാശ് ഒപ്പിച്ചു തന്നിട്ട് നിങ്ങളെ ഞാൻ വിടും. ദൈവം തമ്പുരാനെ ഓർത്ത് എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്ക് വയ്യ. അയ്യോ, എന്ത് പറ്റി തങ്കേച്ചി? ഒരടി വെക്കാൻ പോലും പറ്റുന്നില്ല. നെഞ്ചിനകത്ത് എന്തോ ഭാരം പോലെ. ഞാൻ ചാകാറായി സുനന്ദേ. തങ്കേച്ചി ഒന്ന് വെറുതെ ഇരുന്നേ. വാ, തങ്കേച്ചി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. അയ്യോ, തങ്കേച്ചിയുടെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള സംശയം ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ലെന്ന് കരുതിയ ഞാൻ നിങ്ങളോടും കൂടി വരാൻ പറയുന്ന. സാരമില്ല, നമുക്ക് നടക്കാം. വേണ്ട തങ്കേച്ചി, എന്നെ കൊണ്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല സുനന്ദേ. സുന്ദരി, നടക്ക്. അയ്യോ, അയ്യോ തങ്കേച്ചി. സുനന്ദേ, ഞാൻ ഇത്തിരി വെള്ളം വാങ്ങിച്ചിട്ട് വരാം. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം. തങ്കേച്ചി ഇനി ഭക്ഷണം കഴിപ്പിച്ചില്ലെങ്കിൽ പറ്റില്ല. സുനന്ദ നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. തങ്കേച്ചി, നിന്നെയൊക്കെ പറ്റിക്കാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ ഈ സുന്ദരി എന്തിനാടി നടക്കുന്നത്? തങ്കേച്ചി, തങ്കേച്ചി, തങ്കേച്ചി.